ഞാനും മുകേഷുമായിട്ട് ചെറിയൊരു ഉടക്കിൽ നിൽക്കുകയാണ് മ്യൂസ് പരേഡിൽ. നമ്മൾ ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി, തെറിയൊക്കെ വിളിച്ചിട്ട് ഇറങ്ങിപ്പോന്നു അന്ന്. അപ്പോൾ സാറേ ഇത് മോഹൻലാലിനെ വെച്ചാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ 1 വർഷം കഴിയാതെ നടക്കത്തില്ല. പ്രോജക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. കാരണം പല പടങ്ങളും പുള്ളിയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ. ഇങ്ങനൊരു പടം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, കഥ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളായിരിക്കും നിങ്ങൾ അവനെ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പുള്ളി അതിൽ താല്പര്യം കൂടുതൽ കാണിച്ചില്ല. അങ്ങനെയൊക്കെ മിസ്സായിട്ടുണ്ട്. ഈ വലിയ താരങ്ങളുടെ അടുത്ത് ഞാൻ പിന്നെ ബ്രഹ്മചാരിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ വലിയ താരങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപക്ഷെ മോഹൻലാലിന് ആ കഥ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചതുപോലെ ഒരു സെക്കൻഡറി കഥയുടെ മനസ്സിൽ ആലോചനയായിരിക്കും പോകുന്നത്. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടോ? അല്ല, ഞാൻ ആ ലാലേട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ സെക്കൻഡ് ഈ കഥ പറയണം എന്നുള്ള ഒരു ധാരണയില്ലേ. കാരണം ലാലേട്ടൻ അന്ന് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, വലിയ വലിയ ആക്ഷൻ സിനിമകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഷാജി കൈലാസിൻ്റെ പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാർ. അപ്പം ഞാൻ അതനുസരിച്ചൊരു കഥയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു വാറാണ് കഥ, മനസ്സിലായില്ലേ? ത്രില്ലിംഗ് ആയിട്ടുള്ള ഇതാണ്. അപ്പം അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ഇതാണ്, ഞാൻ അങ്ങനെ ഒരു വേടമല്ല തുളസി എൻ്റെ അടുത്തൊരു കഥ പറയാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അപ്പോഴേ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും പറയണ്ടേ, അങ്ങനെ അവസരം പോകാനും പാടില്ല. അവസരം പോകാൻ കാരണം ഒരു ചാൻസ് ആയിരിക്കും കിട്ടുന്നത്. ലാലേട്ടനെ കാണുക, സംസാരിക്കുക, അതൊരു ഭയങ്കര വെല്ലുവിളിയാണ്. പെട്ടെന്ന് ഞാൻ ഒരു ക്യാരക്ടർ. അപ്പോൾ പുള്ളി എനിക്ക് മനസ്സിലായി ഒരു കോമഡി മൂഡിലുള്ള ഒരു കഥയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു കോമഡി മൂഡിൽ ആക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന കഥയാണ്. തമ്പി അണ്ണൻ എന്നൊരു കഥാപാത്രം മാത്രമേ മനസ്സിലുള്ളൂ. അത് വെച്ചിട്ട് സംഭവം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതിന് എൻ്റെ ഫസ്റ്റ് പടത്തിന് പോലും ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് ആണ് ആദ്യം പോകുന്നത്. ഒന്നിനു പറയുക മറ്റൊന്ന സിനിമയ്ക്ക് ഞാൻ ലാലേട്ടൻ്റെ അടുത്താണ് പോകുന്നത്. അതായത് സിനിമ എടുക്കാൻ വേണ്ടി, ആ നായകനായിട്ട് അഭിനയിക്കാൻ വേണ്ടി. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് കാരണം അപ്പോഴും എന്നെ ഇങ്ങനെ വന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന എൻ്റെ പേര് തുളസിദാസ് എന്നാണ്. അതാണ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തിരുന്നു. എനിക്കൊരു പടമില്ല. പുള്ളി എന്നെ ഇങ്ങനെ അടിപൊളിയൊന്നും നോക്കി. അല്ല, അന്ന് പോകാനുള്ള ധൈര്യം അതാണ് നമ്മൾ പോകുന്നു, അത്ര ഒരു സെറ്റിൽ പോകുന്നു, ഒരു പ്രൊഡക്ഷൻ മാനേജറുണ്ടായിരുന്നു, പോകുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഇല്ല മോനെ എനിക്കിപ്പോൾ നോക്കിയിട്ടാണ് പറയുന്നത്, ഒരു കുറേ പടങ്ങളുണ്ട്, അതിപ്പോൾ ഇല്ല, പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടാണ് രതീഷിൻ്റെ അടുത്ത് പോകുന്നത്. രതീഷിന് നേരത്തെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അസോസിയേറ്റ് ആയിട്ട്, ആ ഒരു ബന്ധമുണ്ട്. പുള്ളി അത് ഓക്കെ ആയിരുന്നു. പിന്നെ പല പടങ്ങൾക്കും പിന്നെ കൗതുക വാർത്തയും മനസ്സിൽ ആലോചിച്ച ആദ്യം മോഹൻലാലിനാണ്. മനസ്സിലായില്ലേ? അത് പിന്നെ മുകേഷിലേക്ക് എത്തി. പിന്നെ പൂച്ചയ്ക്കാര് മണികെട്ടു എന്ന് പറയുന്ന സിനിമയിൽ കഥ ലിബർട്ടി ബഷീറാണ് പ്രൊഡ്യൂസർ. തലശ്ശേരിയിൽ ഞങ്ങളുടെ ഇരുന്ന് ഞാനും രാജഗിരിയത്ത് വിനുഗിരിയത്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. കഥ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയത് മുകേഷിൻ്റെ ക്യാരക്ടർ മോഹൻലാൽ, സിദ്ദിഖിൻ്റെ ക്യാരക്ടർ മുകേഷ്. അങ്ങനെ ഒരു കോംബോ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ ബഷീർക്കോട് സംസാരിച്ചു. ബഷീർക്ക ഇങ്ങനെ ഒരു ഇതിലാണ് എഴുതുന്നത്. അപ്പോൾ ബഷീർക്ക് പറഞ്ഞു, അയ്യോ മോഹൻലാലിൽ നിന്നിപ്പോൾ ഉടനെ ഒന്നും കിട്ടുന്നില്ല, നമുക്കിപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് പടം ചെയ്യണം, ഓണത്തിന് പടം റിലീസ് ചെയ്യണം. 3 മാസമേ ഉള്ളൂ, ഓണത്തിന് പടം എനിക്ക് റിലീസ് ചെയ്യണം. അത് പറ്റില്ല, അത് വേണ്ട, മുകേഷ് ഹീറോ ആക്കാം, മറ്റേത് സിദ്ദിഖ്, അങ്ങനെയൊക്കെ ആലോചിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും മുകേഷുമായിട്ട് ചെറിയൊരു ഉടക്കിൽ നിൽക്കുകയാണ് മ്യൂസ് പരേഡിൽ. ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി, തെറിയൊക്കെ വിളിച്ചിട്ട് ഇറങ്ങിപ്പോന്നു അന്ന്. അങ്ങനെ ഉടക്കിൽ നിൽക്കുകയാണ് ഞാൻ. പിന്നെ അതിനുശേഷം പിന്നെ മുകേഷുമായിട്ട് സംസാരിച്ചിട്ടില്ല. അത് സാരമല്ല, നമുക്ക് സംസാരിക്കാം. പുള്ളി ഇപ്പോൾ കാലിക്കട്ടുണ്ട്, ശശിയുടെ ഒരു കള്ളനും പോലീസാണ്, അങ്ങനത്തെ ഒരു പടം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മഹാറാണിയിൽ ഉണ്ട് പുള്ളി, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ മനസ്സിലോടെ ഞാൻ പോകുന്നു. ഞാനും ബഷീർക്കയും കൂടെ പോകുന്നു. തലശ്ശേരിയിൽ നിന്ന് കാറിൽ കാലിക്കട്ട് പോകും. കാലിക്കട്ട് പോയി അവിടെ ചെല്ലുമ്പോൾ മുകേഷ് റൂമിലുണ്ടെന്ന് പറയുന്നു. ചെന്നപ്പോൾ തുളസി വാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സിനിമയിലുള്ള ഒരു ഉടക്കും കാര്യങ്ങളൊക്കെ. പിന്നെ കാണുമ്പോൾ അങ്ങ് മാറും, അത്രേ ഉള്ളൂ. ബന്ധങ്ങൾ അങ്ങനെയുള്ളൂ, കുടുംബ ബന്ധങ്ങൾ ഇതുപോലെയല്ലേ, ഒരു കുടുംബം പോലെയല്ലേ സിനിമ കുടുംബം എന്ന് പറയുന്നത്. ഇപ്പോഴേ മാറും, എൻ്റെ മനസ്സിൽ നിന്നും മാറും, പുള്ളിയുടെ മനസ്സിൽ നിന്നും. ഞാൻ പോകുമ്പോൾ പുള്ളിയെ കാണുമ്പോൾ പുള്ളി എന്തെങ്കിലും മുഖം തിരിച്ചിരിക്കുമോ എനിക്ക് ഫീൽ ചെയ്യും. നേരിട്ട് ചിരിച്ചാൽ എനിക്ക് സന്തോഷമാവും എന്ന പറഞ്ഞാണ് ഞാൻ പോകുന്നത്.
അവിടെ ചെന്ന് എന്താ ബഷീർ കണ്ട ആ ബഷീർക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പടത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്, ഇതാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ കഥ. എന്താ പ്ലാൻ ചെയ്തോ. അപ്പോൾ അന്ന് ഒത്തിരി പടം പുള്ളിക്ക് കുറഞ്ഞിരിക്കുന്ന സമയം തന്നെ. അപ്പോൾ ബഷീർക്ക് പ്ലാൻ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ഓക്കെ ചെയ്തു. അങ്ങനെയാണ് പൂച്ചയ്ക്ക് 6 മണി 8 മോഹൻലാലിന്റെ പിന്നെ ചർച്ച വന്നതില്ല, പിന്നെ പോയതും ഇല്ല, ഒന്നുമില്ല. പോയില്ല, കാരണം ഇപ്പം നടക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാലിൻ്റെ അടുത്ത് പോകുന്നത്, അപ്പോഴും മോഹൻലാൽ മനസ്സിൽ കിടക്കുക, മനസ്സിൽ ഇങ്ങനെ കിടക്കുക മോഹൻലാലിനെ വെച്ചിട്ട് പടം ചെയ്യണം. അങ്ങനെ പോയത് മിന്നാമിനിങ്ങിന് മിന്നേട്ട്. അത് എൻ്റെ കഥ, എൻ്റെ സ്ക്രീൻ പ്ലേയൊക്കെയാണ്. ഡയലോഗ് എഴുതിയിരിക്കുന്നത് AK സന്തോഷ്. അപ്പോൾ അത് കഥ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഒരു ഹിന്ദി മറുപടി പ്രൊഡ്യൂസറുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആണ് ചെയ്യുന്നത്. അപ്പോൾ കാലിക്കറ്റ് ഞാനവിടെ മഹാരാണിലുണ്ടായിരുന്നു. അവിടെ ഇതാണ് പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു മോഹൻലാലിനാണ് എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു മോഹൻലാൽ ഊട്ടിയിൽ മിന്നാരം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തിലകനും ശോഭനയും എനിക്ക് ആ ക്യാരക്ടറിന് വേണം, ആ സിനിമയ്ക്ക് വേണം, അവരൊക്കെ അവിടെയുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ദിവസം ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്യാം, നേരെ കാലിക്കറ്റിൽ നിന്ന് ഊട്ടിയിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് സുരേഷ് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഊട്ടിയിലേക്ക് പോകുന്നുണ്ട്, വേറൊരു വർക്കിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഏട്ടൻ എന്നോട് ചോദിച്ചു, എവിടെ പോകാൻ നിൽക്കുന്നു? ഞാൻ പറയും ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഊട്ടിയിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ അപ്പോൾ മുകേഷ് മേത്തയാണ് പ്രൊഡ്യൂസർ. പുള്ളിയോട് പറഞ്ഞ്, പുള്ളിയുടെ ആദ്യത്തെ പടമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളിയോട് പറഞ്ഞ് അല്ല വേറെ കാറ് വേണ്ട, എൻ്റെ കാറിൽ ഞങ്ങൾ ഒരുമിച്ച് പൊക്കോളാം. അങ്ങനെ സുരേഷ് ഏട്ടൻ്റെ കാറിൽ, പുള്ളിയും ടാക്സി തന്നെയാണ്, അവിടെ നിന്ന് ഞങ്ങൾ ഊട്ടി പോകുന്നു. അവിടെ ചെന്ന് അരോമ ഹോട്ടലിൽ ഞാൻ മുറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ചെന്നു. അപ്പോൾ സച്ചി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളാണ് ചെയ്യുന്നത്. പ്രിയദർശൻ്റെ പടമാണ് മിന്നാരം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് സച്ചി കണ്ട്. അപ്പോൾ സച്ചിയോട് ഞാൻ പറഞ്ഞു ലാലേട്ടനെ കാണാൻ. അപ്പോൾ സച്ചിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകേഷ് സമയത്ത് കാണാം, നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് തുളസി സാറേ, ഇത് മോഹൻലാലിനെ വെച്ചാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ 1 വർഷം കഴിയാതെ നടക്കത്തില്ല. പ്രോജക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം, കാരണം പല പടങ്ങളും പുള്ളിയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ, സച്ചി, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. കുറേ ലിസ്റ്റ് എന്നോട് പറയുന്നു, മനസ്സിലായില്ലേ, കുറേ ലിസ്റ്റിംഗ് ഇട്ടിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പറയണമെങ്കിൽ 3-4 മാസത്തിന് നമുക്ക് പടം ചെയ്യണം, അത്രയും സമയമുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും മോഹൻലാലിനെ കാണാൻ വരുന്നു എന്നുള്ളത് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. സെറ്റിലേക്ക് പോകുന്നു. സെറ്റിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ ടെൻഷനായി. ആ കഥ പറഞ്ഞ പുള്ളി ഓക്കെ ചെയ്താൽ, മിന്നേട്ടൻ്റെ കഥ പറഞ്ഞ പുള്ളി ശരി ചെയ്യാമെന്ന് പറഞ്ഞു പോയാൽ ഞാൻ വെയിറ്റ് ചെയ്യണം, പിന്നെ ആളിനെ മാറ്റാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ സച്ചിട്ട് എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും കഥയുണ്ടെങ്കിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു വേറൊരു കഥ മനസ്സിലുണ്ട്, നോക്കാം. ഞാൻ അവിടെ ചെല്ലുന്നു, ലാലേട്ടൻ കാണുന്നു. ലാലേട്ടൻ വിളിച്ച് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി അങ്ങോട്ട് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ലാലേട്ടനോട് ഞാൻ വേറൊരു കഥ പറഞ്ഞ് ഒരു ആൾമാറാട്ടം കഥയാണ്. ഒരു വീട്ടിലേക്ക് സ്വന്തം മകനാണ്, പക്ഷേ പുള്ളി ഓക്കെ പറയാതിരിക്കാൻ ആ കഥ പറയുന്നത്, ഇഷ്ടപ്പെടാതിരിക്കും. അല്ല, ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ ഇത് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അങ്ങനെ ഇത് നല്ല കഥയാണ്. അങ്ങനെ ഞാനത് ആ കഥ പറഞ്ഞു. ആ കഥ അങ്ങോട്ട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് ഇത് സിബിയുടെ ഒരു പടമായിട്ട് ബന്ധമുണ്ടല്ലോ, അതായത് നെടുമുടി വേണുവിനെ കൊല്ലാൻ വേണ്ടി വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ പടം ഉണ്ടല്ലോ, സിബി ഒക്കെ ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റ്, അതുമായിട്ട് ചെറിയ ചായ വരെയല്ലേ, അതുമായിട്ട് ബന്ധം വരും, നമുക്ക് വേറെ കഥ ആലോചിക്കാം. ഞാനോട് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു ശരിയില്ലാട്ടോ, നമുക്ക് വേറെ കഥ. ഞാൻ മറ്റേ കഥ പറഞ്ഞത് ഒറ്റ പറഞ്ഞില്ല. അവിടെ ഞാൻ നേരെ തിലകൻ്റെ അടുത്തും ശോഭനയോടും മറ്റേ കഥ ത്രെഡ് പറഞ്ഞു. ലാലേട്ടൻ അറിയുന്നില്ലല്ലോ, ത്രെഡ് പറഞ്ഞ്. അപ്പോൾ പിന്നെ ജയറാമിനെ വയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ് മിന്നാമിനെ മുന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് അപ്പോഴും എനിക്ക് മിസ്സായ ശേഷമാണ് പിന്നെ മിസ്റ്റർ ബ്രഹ്മയിലേക്ക് പോകുന്നത്. അല്ല, എന്നാലും ഈ മോഹൻലാലിന് ഒരു ജയറാമിന് ഇട്ടത് ആപ്റ്റ് അല്ലേ, അതിനപ്പുറം ജയറാം ഗംഭീരമായിട്ട് ചെയ്തില്ലേ? ചെയ്തു, പക്ഷെ എന്നാലും ആഗ്രഹം ലാല് ചെയ്യുമ്പം വേറൊരു റേഞ്ച് വരില്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ പോയി. അവിടുന്ന് മദ്രാസിൽ ഞാൻ അവിടെ ചെന്ന് ജയറാമിനെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ജയറാം കഥ എന്നോട് ഇങ്ങോട്ട് പറയുന്നു.
ശോഭനെ വിളിച്ച് പറഞ്ഞു. പറഞ്ഞേക്കുന്നത് മനസ്സിലായില്ലേ? എല്ലാവർക്കും സാറിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പടം ഹിറ്റാവുന്ന ഉറപ്പുമാണ്. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അതെ. പക്ഷെ മലപ്രകാശിക്ക് ജയറാമിനോട് കഥയുടെ ത്രെഡ് പറഞ്ഞിട്ട് അയ്യോ ഇത് വേണ്ടാന്ന് പറഞ്ഞു. അതെന്തോ അങ്ങനെ ഒരു എനിക്ക് മനസ്സിലായില്ല. എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുകേഷിൻ്റെ അടുത്ത് പോയത്. പക്ഷെ ഇപ്പൊ പശ്ചാത്തലിക്കുന്നുണ്ടാവും. അത് പിന്നീട് ജയറാമിനോട് പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞ പടങ്ങളൊക്കെ തുളസിക്ക് ഹിറ്റാണ്. അങ്ങനെ വേറെ പടങ്ങളും വേണ്ട പറഞ്ഞിട്ടുണ്ടോ? അതായത് ഈ ബ്രഹ്മചാരിയുടെ കഥ ഒരു കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒരു ദിവസം ഈ ഒരു ക്യാരക്ടർ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്നത്, അതായത് സൂര്യപുത്രൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ക്യാരക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞ് പുള്ളിക്ക് കേൾക്കാന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഈ ത്രെഡ പറഞ്ഞു, ബ്രഹ്മചാരിയുടെ ത്രെഡ പുള്ളിയോട് പറഞ്ഞല്ലേ? ഈ ത്രെഡ് അല്ല, ഈ ഒരു ക്യാരക്ടർ പറഞ്ഞു. ത്രെഡ് ആയില്ലായിരുന്നു. ഇങ്ങനൊരു പടം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, കഥ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവനെ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പുള്ളി അതിൽ താല്പര്യം കൂടുതൽ കാണിച്ചില്ല. അങ്ങനെയൊക്കെ മിസ്സായിട്ടുണ്ട്. ഓക്കെ.